ഇന്നത്തെ റെസിപ്പി ഗോതമ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഗോതമ്പൊടിക്ക് പകരം മൈദ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദ വെച്ചിട്ടും ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ മുട്ടയും പാലും മൈദയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. ഇനി അഥവാ ഭയങ്കര ടൈറ്റായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എങ്ങാനും പാൽ ചേർത്തിട്ട് മിക്സാക്കി എടുത്താലും മതിയാവും. പിന്നെ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്താൽ നല്ലതാണ്. നെയ്യും കൂടെ ചേർത്തിട്ടാണ് ഇതുപോലെ കുഴച്ചെടുക്കേണ്ടത്. നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി മുകൾ ഭാഗത്ത് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒന്നിച്ച് പരത്തിയിട്ട് സ്ക്വയറാക്കി കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് മുകൾ ഭാഗത്തൊന്ന് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. എല്ലാ ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം. എന്നാൽ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറി നല്ല മൊരിഞ്ഞ് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. പാനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കൂടുതൽ അങ്ങോട്ട് മൊരിഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് ചൂടാറിയിട്ട് കിട്ടുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ട് കിട്ടും. കാരണം റവ ഒക്കെ ചേർത്തത് കാരണം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. മൈദ വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. ഗോതമ്പൊടിനേക്കാളും ടേസ്റ്റാണ് മൈദ വെച്ചിട്ടാവുമ്പോൾ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.